ബി.ജെ.പി പരിപാടിയിൽ പങ്കെടുത്ത തൃശൂരിലെ കോൺഗ്രസ് നേതാവ്. ബി.ജെ.പി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ പങ്കെടുത്ത ബജറ്റ് ചർച്ചയിൽ പങ്കെടുത്ത് കോൺഗ്രസ് നേതാവ് തൃശൂർ ഡി.സി.സി സെക്രട്ടറിയെ തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറിയുമായ കെ ഗിരീഷ് കുമാറാണ് ബി.ജെ.പി വേദിയിൽ എത്തിയത്. സനു കെ സജീവ് ചേരുന്നു. സനു, ആശയപരമായ വൈരുദ്ധ്യങ്ങൾ പുലർത്തുന്നുണ്ടെങ്കിലും ബി.ജെ.പി ദേശീയ അധ്യക്ഷൻ പങ്കെടുത്ത ആ ചടങ്ങിൽ കോൺഗ്രസ് നേതാവ് പങ്കെടുത്തതിലൂടെ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇന്ന് ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷൻ നിതിൻ പങ്കെടുത്ത പരിപാടിയിലാണ് ഈ ഒരു കോൺഗ്രസിന്റെ ഡി.സി.സി നേതാവ് കൂടിയായിട്ടുള്ള കെ ഗിരീഷ് കുമാർ പങ്കെടുത്തിട്ടുള്ളത്. തൃശൂർ ഡി.സി.സി സെക്രട്ടറിയും അതേപോലെ തന്നെ തിരുവമ്പാടി ദേവസ്വത്തിന്റെ സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം. എന്തായാലും കേന്ദ്ര ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് വികസിത കേരളം എന്ന ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടുള്ള ചർച്ചയിലാണ് ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷൻ കൂടി പങ്കെടുക്കുന്ന ചർച്ചയിലാണ് അദ്ദേഹം ആദ്യ അവസാനം പങ്കെടുത്തിട്ടുള്ളത്. ആ ചർച്ചയിൽ സജീവമായി അദ്ദേഹം ഇടപെടുകയും അതിൽ പങ്കാളിയാവുകയും ചെയ്തിരുന്നു. ഇതിനു മുൻപ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോട്ടപ്പുറം ഡിവിഷനിൽ നിന്നും യു.ഡി.എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം ജനവിധി തേടിയിരുന്നു. എന്നാൽ ആ കോട്ടപ്പുറം ഡിവിഷനിൽ ബി.ജെ.പി ആണ് വിജയിച്ചത്. എന്തായാലും ഇദ്ദേഹം ഈ പരിപാടിയിൽ പങ്കെടുത്തത് വലിയൊരു വിവാദമാക്കാനായിട്ട് കോൺഗ്രസിലെ ഒരു വിഭാഗം ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ താൻ ദേവസ്വത്തിന്റെ പ്രതിനിധി എന്നുള്ള നിലയിലാണ് ഈ പരിപാടിയിൽ പങ്കാളിയായതെന്നാണ് ഗിരീഷ് അല്പസമയം മുമ്പ് നമ്മളോട് പ്രതികരിച്ചിട്ടുള്ളത്. ബഡ്ജറ്റിനെ കുറിച്ചുള്ള ചർച്ചയാണ്. ആ ബഡ്ജറ്റിനെ കുറിച്ചുള്ള ചർച്ചയിൽ എന്തൊക്കെയാണ് കേന്ദ്ര സർക്കാർ കേരളത്തിന് നൽകിയിട്ടുള്ളതെന്നുള്ള കാര്യങ്ങളൊക്കെ നേരിട്ട് മനസ്സിലാക്കുന്നതിനും ദേവസ്വത്തിന്റെ പ്രതിനിധി കൂടിയായിട്ടാണ് താൻ ഈ ചർച്ചയിൽ പങ്കാളിയായിട്ടുള്ളത്. ഒപ്പം തന്നെ ദേവസ്വത്തിന് രാഷ്ട്രീയമില്ലെന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ കുറെ കാലമായിട്ട് തൃശ്ശൂരിലെ കോൺഗ്രസിനുള്ളിൽ വലിയ പൊട്ടിത്തെറിയാണുള്ളത്. ആ പൊട്ടിത്തെറി ഗ്രൂപ്പിസത്തിന്റെ ഭാഗമായിട്ടുള്ള പൊട്ടിത്തെറിയാണ്. അതുകൊണ്ട് തന്നെ ഗിരീഷ് കുമാറിനെതിരെ മറുവിഭാഗം ഇത് ബി.ജെ.പി പരിപാടിയിൽ പങ്കെടുത്തത് ഉയർത്തിക്കൊണ്ടുവരികയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനോടകം തന്നെ കോൺഗ്രസിൽ ഒരു വിഭാഗം ഗിരീഷ് കുമാറിനെതിരെ ചില ആരോപണങ്ങളൊക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട്. അദ്ദേഹം ബി.ജെ.പിയുമായിട്ട് സമരസപ്പെടുന്നു എന്നുള്ള രീതിയിലുള്ള ആരോപണമാണ് കോൺഗ്രസിന്റെ ഒരു വിഭാഗം ഇതിനോടകം തന്നെ ഉയർത്തിയിട്ടുള്ളത്. രോഹിണി, ശരി. സനു കെ സജീവാണ് വിവരങ്ങൾ നൽകിയത്.